ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു, അവർ തിരികെ വരാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ത്, ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. ഈ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അതാരാണോ അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡുമായിട്ട് കണക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഞാൻ റീഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം. ആ ഒരു സംഭവം കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് കൂടി അതൊരു പ്രചോദനമാവും. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുമായി ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? ഈ അകൽച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള വിചാരം എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂസ് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇവരെ കുറിച്ചുള്ളത് എന്താണ്? ചിന്ത എന്താണ്? ഈ അകൽച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള വിചാരം എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസും ദ വേൾഡ് എന്ന കാർഡുമാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിന് ഇപ്പോഴൊരു സ്ഥിരതയുള്ള അടിത്തറ ഉണ്ടെന്നാണ്. വികാരങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല. എന്നാൽ ഇപ്പോൾ പ്രണയത്തെക്കാൾ കൂടുതൽ പ്രായോഗിക കാര്യങ്ങൾ, അതായത് ജോലി, കുടുംബം, സാമ്പത്തിക ബാധ്യതകൾ, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ, ഇവയൊക്കെ മുൻഗണനയിൽ വന്നേക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവാം, പക്ഷേ ഇപ്പോൾ ജോലി, കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ജീവിതം ശരിയാക്കുക എന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. ദ വേൾഡ് എന്ന ഈ ഒരു കാർഡ് ഒരു ചക്രം പൂർത്തിയായതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഇത് പലപ്പോഴും പറയുന്നത് ഒരു പഴയൊരു ഘട്ടം അവസാനിച്ചു, അല്ലെങ്കിൽ ഇരുവരും ചില പ്രധാന പാഠങ്ങൾ പഠിക്കേണ്ട ഒരു സമയമായിരുന്നു. ഒരാൾക്ക് വ്യക്തിപരമായ വളർച്ച ആവശ്യമായിട്ട് വന്നു. ദൂരം, ജീവിത സാഹചര്യങ്ങൾ, ലക്ഷ്യങ്ങളിലെ വ്യത്യാസം എന്നിവ കാരണം താൽക്കാലിക ഒരു അകൽച്ച ഉണ്ടായിരിക്കാം എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വലിയ വഴക്കോ വെറുപ്പോ കാണിക്കുന്നൊരു കാർഡുകളില്ല. അതിനാൽ ഈ അകൽച്ചയ്ക്ക് പിന്നിൽ നിന്നെ ഇഷ്ടമില്ല എന്നതിനേക്കാൾ ഇപ്പോൾ ജീവിതം മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയി എന്നൊരു ഊർജ്ജമാണ് ഇവിടെ കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിലും ഒരാൾ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, മറ്റേയാൾ കൂടുതൽ വികാരപരമായ അടുപ്പം ആഗ്രഹിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ട് ദൂരം വന്നിരിക്കാം. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് കാരണം ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കാവുന്ന ഒരാളായിട്ട്, കരുതലുള്ള ഒരു വ്യക്തിയായി, ജീവിത പങ്കാളിയായി, അനുയോജ്യനായ അല്ലെങ്കിൽ അനുയോജ്യയായ ഒരാളായിട്ട്, സ്ഥിരത നൽകുന്ന ഒരാളായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. വേൾഡ് ചേർന്നതിനാൽ അവർ നിങ്ങളെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന വ്യക്തിയായിട്ട് കാണുന്നുവെന്ന സൂചനയും ലഭിക്കുന്നു. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കാം: ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒരാളാണ്. ഇനി എന്ത് സംഭവിക്കണമെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ബന്ധത്തിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? രണ്ട് കാർഡുകളുടെയും സംയുക്ത സന്ദേശം എന്ന് പറയുന്നത്, അകൽച്ച വെറുപ്പ് കൊണ്ടോ പ്രതികാര മനോഭാവം കൊണ്ടോ ഉണ്ടായതല്ല. ബന്ധത്തിൽ ഇപ്പോഴും ബഹുമാനവും വിലമതിപ്പും കാണുന്നുണ്ട്. ഒരു ചക്രം അവസാനിച്ച് പുതിയൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ദ വേൾഡ് എന്ന കാർഡ് കാണിക്കുന്നത്. പുനഃസമ്പർക്കത്തിനോ വ്യക്തത വരുന്നതിനോ സാധ്യതയുള്ള ഒരു ഊർജ്ജമാണ് ഇവിടെ കാണുന്നത്. ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം വിലമതിക്കുന്നു, പക്ഷേ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടി വന്നതിനാൽ അവർ കുറച്ച് അകലെയായി. ഇപ്പോൾ അവർ പിന്നോട്ട് നോക്കുമ്പോൾ ഈ ബന്ധം അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന അധ്യായമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ കാർഡുകളുടെ പ്രധാന ഒരു സന്ദേശം എന്ന് പറയുന്നത്, അകൽച്ചയുടെ പിന്നിൽ വെറുപ്പല്ല, ജീവിത പാഠങ്ങളും വ്യക്തിപരമായിട്ടുള്ള വളർച്ചയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ബഹുമാനവും വിലമതിപ്പും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിനി അവരുടെ തിരിച്ചു വരവിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം.
നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും ഒന്നിക്കുമോ? അതോ ഇത് അവസാനിച്ചോ? അവർ തിരികെ വരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? എന്താണ് യൂണിവേഴ്സ് ഇതിനുള്ള ആൻസർ? ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് കപ്സും 3 ഓഫ് വാണ്ട്സും എന്ന കാർഡാണ്. ഏസ് ഓഫ് കപ്സ് വളരെ ശക്തമായ ഒരു ഊർജ്ജമുള്ളൊരു കാർഡാണ്. ഇത് സൂചിപ്പിക്കുന്നത് വികാരങ്ങൾ പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല. വീണ്ടും സംസാരിക്കണമെന്ന ആഗ്രഹം ഉണ്ടായേക്കാം. പുതിയ തുടക്കത്തിനുള്ള സാധ്യതയുണ്ട്. മനസ്സിൽ ഇപ്പോഴും സ്നേഹമോ കരുതലോ ബാക്കിയുണ്ട്. ഉദാഹരണത്തിന് ഒരു ബന്ധം അവസാനിച്ച ശേഷം മാസങ്ങളോളം സംസാരിക്കാതിരുന്നാലും ഒരാൾ ഇടയ്ക്കിടെ മറ്റേയാളെ ഓർക്കുകയും വീണ്ടും സംസാരിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വീണ്ടും ഒന്നിക്കുമോ അതോ ഇത് അവസാനിച്ചെന്ന് നോക്കാം. ഇവിടെ 3 ഓഫ് വാണ്ട്സ് എന്ന കാർഡ് വളരെ പ്രധാനമാണ്. ഈ കാർഡ് പറയുന്നത് കാര്യം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, പക്ഷെ ഉടൻ ഫലം കാണണമെന്നില്ല. ഒരാൾ ഇപ്പോഴും ദൂരത്ത് നിന്ന് സാഹചര്യം നിരീക്ഷിക്കുകയാണ്. ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്ന ഊർജം. അതുകൊണ്ട് ഈ 2 കാർഡുകൾ ചേർന്ന് പറയുന്നത് ബന്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത ഇപ്പോഴും തുറന്നു കിടക്കുന്നു. പക്ഷേ കുറച്ച് സമയം, ക്ഷമ അല്ലെങ്കിൽ ഒരു നീക്കം ആവശ്യമായിട്ട് വരാം. ഇനി നമുക്ക് അവർ തിരികെ വരാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നതിൽ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് 3 ഓഫ് വാണ്ട്സ് സാധാരണയായിട്ട് കാണിക്കുന്ന ചില തടസ്സങ്ങൾ ദൂരം, അതായത് ശാരീരിക ദൂരം, മറ്റൊരു നഗരം അല്ലെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയം ശരിയല്ലെന്നൊരു തോന്നൽ. ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ഇപ്പോൾ ബന്ധപ്പെടണോ അല്ലെങ്കിൽ കുറച്ചുകൂടി കാത്തിരുന്നാൽ നന്നായിരിക്കുമോ എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഒരു അനിശ്ചിതത്വമാണ്. ഏസ് ഓഫ് കപ്സ് വികാരമുണ്ടെന്ന് കാണിച്ചാലും 3 ഓഫ് വാണ്ട്സ് ഭാവിയെക്കുറിച്ച് ഇപ്പോഴും ആലോചിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഈ ഒരു റീഡിങ്ങിൻ്റെ പ്രധാന സന്ദേശം, ഈ കാർഡുകളിൽ ഞാൻ കാണുന്ന ഏറ്റവും ശക്തമായൊരു കാര്യം എന്ന് പറയുന്നത് വികാരങ്ങളുണ്ട്, പക്ഷേ പ്രവർത്തനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കുന്നു എന്നതാണ്. അതിനാൽ ഈ സ്പ്രെഡിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും വികാരപരമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും തുടങ്ങാനുള്ള ഒരു ഊർജ്ജവും ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ ഉടൻ തിരികെ വരുന്നു എന്നതിലുപരി കാത്തിരിപ്പ് എന്നൊരു ഊർജ്ജമാണ് ഇവിടെ ശക്തമായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അവസാനിച്ചു എന്നതിനേക്കാൾ ഇനിയും കഥ പൂർത്തിയായിട്ടില്ല എന്ന സന്ദേശമാണ് ഈ 2 കാർഡുകൾ കൂടുതൽ നൽകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കാം. അവർക്ക് നിങ്ങളോട് ഇപ്പോഴും പ്രണയമുണ്ടോ അതോ അവർ നിങ്ങളെ മറന്നോ? നിങ്ങളെ സമീപിക്കാൻ അവർ മടിക്കുന്നുണ്ടോ അതോ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടോ? അവർക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു കാര്യം എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിനുള്ള ഇതിനുള്ളൊരു കൃത്യമായൊരു മറുപടി നൽകണം. യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസും ദ ഹൈ പ്രീസ്റ്റസുമാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഒരു വിലപ്പെട്ട അവസരം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കാണുന്നുവെന്നാണ്. ഇത് ശക്തമായ വികാരപ്രകടന കാർഡ് അല്ലെങ്കിലും നിങ്ങളെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധ്യത ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. വീണ്ടും ഒരു തുടക്കം ഉണ്ടാകണമെന്നൊരു ചിന്ത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് ഉള്ള ഒരു ഊർജം ഇവിടെയില്ല.
ദ ഹൈ പ്രീസ്റ്റസ് വളരെ രസകരമായിട്ടുള്ളൊരു കാർഡാണ്. ഈ കാർഡ് പലപ്പോഴും സൂചിപ്പിക്കുന്നത് നിശബ്ദമായിട്ട് നിരീക്ഷിക്കൽ, പിന്നെ എല്ലാം തുറന്ന് പറയാതിരിക്കുക, വികാരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഇത് സോഷ്യൽ മീഡിയയിൽ ദിവസവും നോക്കുന്നു എന്ന് നിർബന്ധമായിട്ടും അർത്ഥമില്ല. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ളൊരു കൗതുകം ഉണ്ടാകാം. സ്വന്തം വികാരങ്ങൾ തുറന്ന് കാണിക്കാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈ രണ്ട് കാർഡുകളും ചേർത്ത് നോക്കുമ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എങ്ങനെയായിരിക്കാം? നമ്മുടെ ബന്ധത്തിൻ്റെ വില എനിക്കറിയാം, എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാനിപ്പോൾ തുറന്നു പറയുന്നില്ല, എന്നാൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്, സമയം വന്നാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായേക്കാം. ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള വികാരങ്ങൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇപ്പോൾ അവർ നേരിട്ട് സന്ദേശം അയക്കുകയോ വികാരങ്ങൾ തുറന്നു പറയുകയോ ചെയ്യുന്നില്ല. പകരം അവർ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, സ്വന്തം വികാരങ്ങൾ പരിശോധിക്കുന്നു, ശരിയായ സമയം കാത്തിരിക്കുന്നു എന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് ഈസ് ഓഫ് പെൻഡക്കിൾസും ഹൈ പ്രീസ്റ്റസിൻ്റെയും പ്രധാന ഊർജം. നിങ്ങളെ വിലമതിക്കുന്ന ഊർജം ഇപ്പോഴും കാണുന്നുണ്ട്, അവരെല്ലാം തുറന്നു പറയുന്നില്ല, ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ നിശബ്ദമായിട്ട് ശ്രദ്ധിക്കുകയോ ചെയ്യുന്ന ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അവർ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന സന്ദേശം, നീ എനിക്ക് പ്രധാനമുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകുന്ന ഉപദേശം എന്താണെന്ന് നോക്കാം. ഈ സാഹചര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കണോ അതോ മുന്നോട്ട് പോകണോ? ഈ ബന്ധം ശരിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് കൃത്യമായ ഒരു മറുപടി നൽകണം. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂസിന് കൃത്യമായൊരു മറുപടി നൽകണം. ഇവിടെ വന്നിരിക്കുന്ന 6 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് ഇവിടെ റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അംഗീകാരത്തിനോ പ്രതികരണത്തിനോ വേണ്ടി കാത്തിരിപ്പ് കൂടുതലാവാം. അവർ ആദ്യം തിരികെ വരുമോ, അവർ എന്നെ തിരഞ്ഞെടുക്കുമോ എന്ന ചിന്തയിൽ കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം മൂല്യം മറ്റൊരാളെ തീരുമാനവുമായിട്ട് ബന്ധിപ്പിക്കരുത്. ഈ 10 ഓഫ് കപ്സ് എന്ന കാർഡ് പറയുന്നത് യഥാർത്ഥ സന്തോഷവും വൈകാരിക സംതൃപ്തിയും സാധ്യമാണ്, പക്ഷേ അതൊരു വ്യക്തിയിൽ മാത്രം ആശ്രയിച്ചിരിക്കണമെന്നില്ല. നിങ്ങളുടെ സന്തോഷം ആദ്യം നിങ്ങൾ തന്നെ കണ്ടെത്തണം. അതിനാൽ നിങ്ങൾ ഈ കാർഡുകളുടെ ഉപദേശം, ജീവിതം നിർത്തിവെച്ച് കാത്തിരിക്കേണ്ടതില്ല, മുന്നോട്ട് പോവുക, സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കുക, അതിനിടയിൽ ബന്ധത്തിന് അവസരം തുറന്നു വയ്ക്കുക. അതായത് കാത്തിരിപ്പല്ല മുന്നോട്ടുള്ള വളർച്ച, അതിനിടയിൽ എന്ത് സംഭവിക്കുമെന്ന് ജീവിതം തീരുമാനിക്കട്ടെ എന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. 6 ഓഫ് വാൻഡ്സ് ഇവിടെ റിവേഴ്സ്ഡ് ആയിട്ട് വന്ന് ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട്. അഹങ്കാരവും അംഗീകാരത്തിൻ്റെ ആവശ്യവും വിട്ടുകളയുക എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ ഇരുവരും ചിന്തിക്കും, ആദ്യം അവർ വരട്ടെ, ഞാൻ എന്തിന് മെസ്സേജ് അയക്കണം. ഈ ഒരു ഊർജം ഈ ബന്ധത്തെ തടയാൻ വേണ്ടിയിട്ട് സാധ്യത കാണുന്നുണ്ട്. 10 ഓഫ് കപ്സ് ആരോഗ്യകരമായ കുടുംബ ബന്ധ ഊർജമാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാൽ കുറ്റപ്പെടുത്തൽ കുറയ്ക്കുക, വികാരങ്ങൾ സത്യസന്ധമായിട്ട് പറയുക, ജയിക്കാൻ ശ്രമിക്കാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ചിത്രം ഉണ്ടാവും. 10 ഓഫ് കപ്സ് പറയുന്നു, സ്വപ്നം നല്ലതാണ്, പക്ഷേ യഥാർത്ഥ മനുഷ്യരുമായിട്ട് യഥാർത്ഥ ബന്ധം നിർമ്മിക്കണമെന്നാണ് ഈ കാർഡ്സ് പറയുന്നത്. ഈ ബന്ധത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ, സ്വന്തം മൂല്യം മറ്റൊരാളുടെ അംഗീകാരത്തിന് ആശ്രയിക്കരുത്. 6 ഓഫ് വാൻഡ്സ് റിവേഴ്സ്ഡിൻ്റെ ഏറ്റവും വലിയൊരു പാഠം ഇതാണ്, നിങ്ങളുടെ മൂല്യം, അതായത് അവർ മെസ്സേജ് അയച്ചാലും ഇല്ലെങ്കിലും അവർ തിരികെ വന്നാലും ഇല്ലെങ്കിലും കുറയുന്നില്ല, നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല. അപ്പോൾ ബന്ധം ഒരു ആവശ്യമല്ല, ഒരു അനുഗ്രഹമാവും എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ആരാണ് ആദ്യം വരുന്നത്, ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നതിലുപരി മനസ്സിലാക്കൽ, കരുണ, തുറന്ന ആശയവിനിമയം ഇവയാണ് യഥാർത്ഥ ബന്ധം നിർമ്മിക്കുന്നത്. ഈ കാർഡുകളുടെ ആഴത്തിലുള്ള സന്ദേശം എന്ന് പറയുന്നത്, അംഗീകാരത്തിനായിട്ട് കാത്തിരിക്കരുത്, സ്വന്തം
ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ബന്ധം ആരോഗ്യകരമായിട്ട് തിരികെ വരാനോ അല്ലെങ്കിൽ ഇതിലും നല്ലൊരു സന്തോഷത്തിലേക്ക് നിങ്ങളെ നയിക്കാനോ കഴിയും എന്നാണ് ഈ കാർഡുകൾ അർത്ഥമാക്കുന്നത്. ഈ സ്പ്രെഡിൽ ഞാൻ കാണുന്ന ഏറ്റവും ശക്തമായ സന്ദേശം എന്ന് പറയുന്നത് മുന്നോട്ട് പോവുക, എന്നാൽ ഹൃദയം അടച്ചു പൂട്ടേണ്ട, വളർച്ച തിരഞ്ഞെടുക്കുക. ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് വ്യക്തമായിട്ട് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ ഇന്ന് എടുത്ത എല്ലാ കാർഡുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാർഡുകളും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡുകളാണ്. ഈ കാർഡുകളെല്ലാം പറയുന്നത് അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്നിട്ടില്ല, നിങ്ങളെ വിലമതിക്കുന്ന ഊർജ്ജമുണ്ട്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല, വീണ്ടും ഒരു തുടക്കത്തിലുള്ള ഒരു സാധ്യതയാണ് ഈ കാർഡുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് ആവർത്തിച്ചൊരു കാര്യം പറയുന്നു, അവരെല്ലാം തുറന്നു പറയുന്നില്ല, മനസ്സിൽ പല കാര്യങ്ങളും സൂക്ഷിക്കുന്നു, നിശബ്ദമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം. അതിനാൽ വികാരമില്ല എന്നതിനേക്കാൾ വികാരം ഉണ്ട്, പക്ഷെ പ്രകടിപ്പിക്കുന്നില്ല എന്നതാണൊരു ശക്തമായ സൂചന. ഇവിടെ പ്രധാന തടസ്സം 3 ഓഫ് വാൺസ്, അതായത് കാത്തിരിപ്പ്. 3 ഓഫ് വാൺസ് കാത്തിരിപ്പ്, 6 ഓഫ് വാൺസ് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നത്. അതായത് അഹങ്കാരം, അംഗീകാര പ്രശ്നം, ആരാണ് ആദ്യം വരിക എന്നൊരു ആശയക്കുഴപ്പമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് നിശബ്ദത. അതിനാൽ കാർഡുകൾ പറയുന്നത് വികാരങ്ങളുടെ കുറവല്ല പ്രശ്നം, ആശയവിനിമയത്തിൻ്റെ കുറവാണ് എന്നാണ്. തിരികെ വരുമോ ഇല്ലയോ എന്ന് ടാരോട്ട് ഉറപ്പിച്ച് പറയില്ല, പക്ഷേ നിങ്ങളുടെ കാർഡുകളിൽ ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് കപ്സ്, ദ വേൾഡ്. അതിനാൽ ഈ ബന്ധത്തിൻ്റെ വാതിൽ പൂർണ്ണമായി അടഞ്ഞു എന്ന് കാർഡുകൾ കാണിക്കുന്നില്ല. ഈ കാർഡുകൾ നിങ്ങളോട് പറയുന്ന വലിയ പാഠം എന്തെന്ന് വെച്ചാൽ, നിൻ്റെ ജീവിതം ഒരാളുടെ തീരുമാനത്തിനായിട്ട് നിർത്തിവെക്കരുത്, ആദ്യം സ്വന്തം സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ഈ ഒരു ബന്ധം സ്വാഭാവികമായിട്ട് വ്യക്തമായി തീരുമെന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. ഈ സ്പ്രെഡുകൾ ഒന്നിച്ച് നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സന്ദേശം, ആ വ്യക്തി നിങ്ങളെ വിലമതിക്കുന്നു, വികാരങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല, അവർ ഇപ്പോൾ നിശബ്ദമായ ഒരു അവസ്ഥയിലാണ്, ബന്ധത്തിൽ വീണ്ടും തുടക്കത്തിലുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ പ്രധാന ഊർജം കാത്തിരിപ്പാണ്. കാർഡുകൾ നിങ്ങളെ മുന്നോട്ട് വളരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. ബന്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ സ്വന്തം ജീവിതം സന്തോഷകരമാക്കുക. അപ്പോൾ ഈ ബന്ധം ശരിയായ രൂപത്തിൽ തിരികെ വരാനോ അല്ലെങ്കിൽ അതിലും മികച്ച വഴിയിലേക്ക് നിങ്ങളെ നയിക്കാനോ സാധ്യതയുണ്ട്. ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റിലേക്ക് അറിയിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് കൂടി നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ അതൊരു പ്രചോദനമായിട്ട് തീരും. ഈ ഒരു ചാനലിൽ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങിയ വീഡിയോസും ഇടുന്നുണ്ട്, ടാരോ റീഡിങ്ങും ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കിനി എന്ത് തരത്തിലുള്ളൊരു വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കാം.